അനീഷ് മാസ്റ്ററെ, നമ്മുടെ ഈ സിനിമാ മേഖല എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും കൊച്ചു കുട്ടികൾ മുതൽ കാരണന്മാരുടെ ഇടയിൽ വരെ സ്വാധീനം ചെലുത്തുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ മേഖലയിൽ ഇപ്പോൾ ഒരുപാട് തട്ടിപ്പുകൾ, അതായത് സാധാരണക്കാർക്ക് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. അത് വേറൊന്നുമല്ല, ഇപ്പോൾ ഓഡീഷൻ്റെ പേരിലുള്ള പണപ്പിരിവുകളാണെങ്കിലും, അല്ലെങ്കിൽ ചിലരുടെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിൽ സിനിമ എടുക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഈ പെൺ വിഷയത്തിന് വേണ്ടിയിട്ട് മാത്രം സിനിമ എടുക്കുന്ന ചില ടീമുകളൊക്കെ ഉണ്ട്. അത് ഞാൻ നേരെ സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളായതുകൊണ്ട് തന്നെ കുറേയൊക്കെ എനിക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി മാഷ് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പേരിലുള്ള, പ്രത്യേകിച്ച് സിനിമ മോഡലിംഗ് രംഗത്തിലുള്ള തട്ടിപ്പുകൾ പറ്റിയിട്ട് മാഷിന് എന്താണ് പറയാനുള്ളത്? മോഡലിംഗ് അതല്ലെങ്കിൽ സിനിമ ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ചെറിയ പ്രായം മുതൽ ഇനി കുറച്ച് കൂടിയ പ്രായമുള്ളവർ വരെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. മോഡലിങ്ങിലായാലും സിനിമയിലായാലും നല്ല രീതിയിൽ പറ്റിപ്പുകൾ നടക്കുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. കുറച്ചധികം കാര്യങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കുടുംബം നടത്തുന്ന ഒരു സോപ്പിനെ കുറിച്ച് ഞാൻ പറയാം. ഇത് കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. വലിയവർക്കും ഉപയോഗിക്കാം, നല്ല സോപ്പ് തന്നെയാണ്. റെട്രോ റാണി എന്നാണ് ഈ സോപ്പിൻ്റെ പേര്. സോപ്പിൻ്റെ രൂപമൊക്കെ ഇതുപോലെയൊക്കെ ഇരിക്കും. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇത് നമുക്ക് കൈ കഴുകുന്ന സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാം. അതിൻ്റെ ആ മോഡലും അതിൻ്റെ ഷേപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ സോപ്പുകൾ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൊടുത്തായിരുന്നു. അവരത് ഉപയോഗിച്ചു, അവർക്ക് ഇഷ്ടമായി. നല്ല മണവും നല്ല ഗുണനിലവാരമുള്ള സോപ്പാണ്. ഈ സോപ്പ് മേടിച്ച് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് ഞാനിതിലൊരു നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്കും ഈ സോപ്പ് ലഭിക്കുന്നതാണ്. ആ ചെറിയ കുടുംബത്തിന് ഒരു സഹായമാവും ഈ സോപ്പ് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ. ഇവർക്ക് വലിയ പരസ്യങ്ങൾ ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. ഇവരൊരു ചെറിയ കുടുംബം നടത്തുന്ന ഒരു ചെറിയൊരു സംഭവമാണ് ഒരു സോപ്പ് നിർമ്മാണം എന്ന് പറയുന്നത്. അത് നമ്മളെ പോലുള്ള സാധാരണക്കാർ അവർക്ക് സപ്പോർട്ട് കൊടുത്താൽ ആ ഒരു ചെറിയ കുടുംബവും രക്ഷപ്പെട്ടു പോകും. ഞാൻ ഈ സോപ്പിനെ കുറിച്ച് പറയാൻ കാരണം, ഞാനിത് വീട്ടിൽ ഉപയോഗിച്ച് നോക്കി, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇതെല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങളിലേക്കും എത്തിക്കണം തോന്നിയത്. മോഡലിങ്ങിൻ്റെ ഏജൻസി ഓഫീസുകളിൽ നിന്ന് തുടങ്ങാം. നമ്മളിപ്പോൾ ഏജൻസി ഓഫീസിലേക്ക് വന്നു കഴിയുമ്പോൾ പുതിയതായിട്ട് വരുന്ന ആളുകളെ ഇവർ കയ്യിലെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഇവർ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും ജനങ്ങൾ അറിയാൻ പാകത്തിന് എന്തെങ്കിലും ഒരു പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഈ വരുന്നവർ പറയും, ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. അപ്പൊ നമ്മളത് പറയാണ്. അതാണ് അവർക്ക് കിട്ടേണ്ടത്. ഈ ഇരിക്കുന്ന ഓഫീസിലുള്ള ആൾക്ക് ഈ വാക്കാണ് കിട്ടേണ്ടത്. അങ്ങനെ വലിയ ഇതൊന്നുമില്ല, ഞാനിത് ആഗ്രഹിച്ചു വന്നാണ്. പിന്നെയാണ് ഇവരുടെ പറ്റിപ്പ് തുടങ്ങുന്നത്. പോർട്ട്ഫോളിയോ, പ്രൊഫൈല്, ഇത് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് ഏജൻസി ചോദിക്കും. അപ്പൊ നിങ്ങൾ പറയും, ഇല്ല, എനിക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല, ഇതിനകത്ത് വലിയ പരിചയമൊന്നുമില്ല, ഞാനത് തുടക്കക്കാരനാണ് അല്ലെ തുടക്കക്കാരിയാണ്, അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഇത് ഈ മോഡലിങ്ങിന്റെ ഓഫീസ് നടത്തുന്നവന് ആ ഒരു ഉത്തരമാണ് വേണ്ടത്. അപ്പോൾ തന്നെ ഇവന്റെ അടുത്ത പറ്റിപ്പ് തുടങ്ങുകയാണ്. ഇതിന്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ആദ്യം തന്നെ ഇവന്റെ ഓഫീസുകളിൽ വന്ന് അവസരം ചോദിച്ചിട്ട് ഇവൻ ഇട്ടേച്ച് പോയ നടന്മാരുടെ പേരങ്ങ് പറയും. ഇവന്റെ ഓഫീസിൽ വന്ന് ഈ നടന്മാർ വന്ന് ഇവനെ തെറിയും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതായിരിക്കും. പിന്നീട് അത് ഈ ഓഫീസ് നടത്തുന്നത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ നടനല്ലേ, ആ നടൻ ഞാനാ കയറ്റി വിട്ടെ, ആ നടൻ ദേ. അപ്പൊ പിന്നെ ആ നടൻ ഇവിടെ വന്നപ്പോൾ ഉള്ള എന്തെങ്കിലും ഒരു 1-2 ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കും. ആ നടൻ ഇവിടെ വന്നപ്പോൾ 1-2 ഫോട്ടോ ഒക്കെ എടുത്ത് കാണിക്കും. അങ്ങനെ വരുന്നവനെ അങ്ങോട്ട് പറ്റിക്കും. അതായത് ഇന്ന നടി അല്ലെങ്കിൽ ഇന്ന നടന്മാരൊക്കെ ഇവരെ കയറ്റി വിട്ടെന്നങ്ങ് പറയും. അതിനകത്ത് ഈ പുതിയതായിട്ട് വരുന്ന പിള്ളേരങ്ങ് വീഴും. അങ്ങനെയാണ് ആദ്യമേ തന്നെ ഇത് വീഴ്ത്തുന്നത്. ഈ നടന്മാരെ നിങ്ങൾ എന്നെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കുക, ഈ ഓഫീസിലുള്ള ഇന്ന ആളെ അറിയുമെന്നുള്ളത്. അപ്പൊ ആ നടന്മാർ പറയും, ആ നാറിയുടെ ഓഫീസിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അവനെ കൊണ്ടൊന്നും ഒരു ഫലം ഉണ്ടായിട്ടില്ല, അവൻ ഞങ്ങളെ പറ്റിച്ചതാണ്. അങ്ങനെയാണ് ഈ നടന്മാർ പറയുള്ളൂ. അല്ലാതെ ഇവൻ പറയും പോലെ ഇവനാണ് കയറ്റി വിട്ടെന്ന് അവർ ഒരിക്കലും പറയില്ല. അത് ഈ വരുന്ന ആളുകളെ കയ്യിലെടുക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്കാണ്. അത് കഴിയുമ്പോൾ പിന്നെ അടുത്തത്, അപ്പൊ നിങ്ങളുടെ മുഖഭാവം നോക്കും. ഇവന്റെ സംസാരം, അതായത് ഈ ഓഫീസ് നടത്തുന്നവൻ നിങ്ങളുടെ മുഖഭാവം നോക്കും, നിങ്ങൾ വീണോ എന്നുള്ളത്. നിങ്ങൾ വീണു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവൻ ആദ്യം തന്നെ പറയും,
ഒരു 40,000 രൂപ 50,000 രൂപയ്ക്ക് നമുക്കിവിടെ ഒരു ഫോട്ടോഷൂട്ട് നടത്താം. എന്നിട്ട് നിങ്ങളുടെ കുറച്ച് ഫോട്ടോകളൊക്കെ ഇവിടെ എടുത്ത് വച്ചാലാണ് നമുക്ക് ആളുകളെ പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് പറ്റിപ്പ് എന്ന് പറയുന്നത്. അതായത് ഇതെന്ന് പറഞ്ഞിട്ട് ഓഫീസ്, ഈ മോഡലിംഗിന്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ബ്രോക്കർ ഓഫീസാണ് ശരിക്കും പറഞ്ഞാൽ. മലയാളത്തിൽ പറയുന്നത് ബ്രോക്കർ ഓഫീസ്. അതായത് ആവശ്യക്കാരൻ ഇവന്റെ അടുത്ത് വരും. ഇവന്റെ അടുത്ത് വരുമ്പോൾ ഇവന്റെ കയ്യിലുള്ള ആളുകളെ അവരെ കാണിച്ചു കൊടുക്കുക, വരുന്ന ആളുകളെ കാണിച്ചു കൊടുക്കുക. ഇതാണ് ഇവന്റെ പണി. അപ്പൊ ഈ വരുന്ന ആളുകളാണ് തീരുമാനിക്കുന്നത് നിങ്ങളെ വേണോ വേണ്ടോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര വലിയ ഫോട്ടോ എടുത്ത് വെച്ചാൽ, എത്ര ഇപ്പൊ 50,000 60,000 രൂപയ്ക്ക് ഫോട്ടോ എടുത്ത് വെച്ചാൽ പോലും അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നില്ല. അത് ഇവന്റെ ഓഫീസിൽ ജോലിക്ക് നിൽക്കുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കാനില്ലാത്തതുകൊണ്ടും അതേപോലെ ഇവന്റെ വട്ടച്ചെലവ് നടക്കാത്തതുകൊണ്ടും ഇവന്റെ ഈ വാടകളൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരുന്നവരെ നിന്നും പൈസ പറ്റിച്ച് മേടിക്കുന്നത്. അല്ലാതെ ഈ പൈസ ഇവന് കൊടുത്തു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് നിങ്ങളെ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ഈ ഓഫീസിൽ ആവശ്യക്കാർ വന്ന് പറയുമ്പോൾ ഇവര് വിളിച്ച് അവിടെ ഒരു സ്ക്രീൻ ടെസ്റ്റ് ഓഡീഷൻ എന്ന് പറഞ്ഞ സാധനം ഇതിനകത്തുണ്ട്. ഇപ്പൊ പരസ്യത്തിൽ അഭിനയിക്കുന്നതാണെങ്കിലും എന്തിൽ അഭിനയിക്കുന്നതാണെങ്കിലും നിങ്ങളെ ക്യാമറയുടെ മുമ്പിൽ ടെസ്റ്റ് ചെയ്ത് നോക്കും നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിവുണ്ടോ എന്ന്. ഇതെല്ലാം നോക്കിയിട്ടാണ് നിങ്ങളെ പരസ്യത്തിലേക്കായാലും ഇനി ഫോട്ടോഷൂട്ടിലേക്കായാലും എടുക്കുക. അപ്പൊ ഏതൊരു വ്യക്തിനെ, ഒരു ആണായാലും പെണ്ണായാലും ആരായാൽ പോലും നേരിട്ട് കാണേണ്ട വരും. അപ്പൊ നേരിട്ട് കണ്ടിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യണത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ ഫോട്ടോ തന്നെ എടുത്ത് വെക്കണേ. ഫോട്ടോ എടുത്ത് വെക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഓഫീസിലുള്ളവന്മാർ നിങ്ങളുടെ ഒരു സാധാ ഒരു ഫോട്ടോയും നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ മതി. നിങ്ങളുടെ ഹൈറ്റ്, വെയിറ്റ്, അതേപോലെ നിങ്ങളുടെ നിറം, പിന്നെ മുടിയുടെ കളറ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ കണ്ണിന്റെ കൃഷ്ണമണിയുടെ കളറ്, ഇങ്ങനെയുള്ള സാധനമൊക്കെ എഴുതി വെച്ചാൽ മതി. അല്ലാതെ ഇത്രയും പൈസ ഒന്നും മേടിച്ച് പറ്റിക്കേണ്ട കാര്യമില്ല ഈ മോഡലിംഗ് ഓഫീസർ തന്നെ തെണ്ടികള്. അങ്ങനെ ഇപ്പോഴും പിള്ളേർ പറ്റിക്കപ്പെടുന്നുണ്ട്. ഇത് വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യം പറയുന്നത്. ഇപ്പോഴും പറ്റിക്കപ്പെടുന്നുണ്ട്, ഇനിയും പറ്റിക്കപ്പെടും പിള്ളേര്. അപ്പൊ ഈ മോഡലിംഗിന്റെ ഓഫീസിലെ ഫസ്റ്റ് പറ്റിപ്പ് ഇങ്ങനെയാണ്. അതായത് ഇപ്പൊ മാഷ് പറഞ്ഞ പോലെ പോർട്ട്ഫോളിയോ ഓഫീസിന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അതുപോലെ എല്ലാ ഓഫീസുകളിലും ഇങ്ങനത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ? അതോ ചില ആൾക്കാർ ഇപ്പൊ തട്ടിപ്പിന് വേണ്ടി മാത്രം ഇരിക്കുന്നവരാണ് ഈ ഫോട്ടോഷൂട്ട് നടത്തുന്നത്? അത് ചോദിച്ചത് വേറെ ഒന്നുമല്ല. ഇപ്പം ചില ആൾക്കാർ മോഡലിങ്ങിന് ആഗ്രഹവും താല്പര്യമൊക്കെ ആയിട്ട് ഒരുപാട് പിള്ളേർ വരുന്നുണ്ടാവും. അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചെന്നുള്ളൂ. ഈ മോഡലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡലിങ്ങിന് പറ്റിയ ശരീര ഷേപ്പ് ഒന്നും നമ്മുടെ ഈ നാട്ടിലുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇല്ല. ഈ മോഡലിംഗ് എന്നൊരു സംഭവം അങ്ങനെ പേര് മാത്രമേ ഉള്ളൂ. അവിടെ മെയിൻ ആയിട്ട് നടക്കുന്നത് പരസ്യങ്ങളിൽ അഭിനയിക്കാനായിട്ട് അവസരങ്ങൾ കിട്ടുമെന്ന് ശ്രമിക്കും. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, മോഡലിംഗ് ഓഫീസ് എന്ന് പറയുന്നത് ബ്രോക്കർ ഓഫീസാണ്. അപ്പൊ അയാൾ ശ്രമിക്കുന്നത് പുറത്തുള്ള പൈസയുള്ള ആൾക്കാർ ഈ പരസ്യത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ആയിട്ട് ഈ ഓഫീസിലേക്ക് ആളുകൾ വരുന്നുണ്ടോ എന്ന് നോക്കും. വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇന്ന ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. അപ്പോൾ ആളുകളെ വിളിച്ചു വരുത്തുക ചെയ്യാം. പിന്നെ മിക്ക ഓഫീസുകളും ഈ മോഡലിംഗ് എന്ന് പറഞ്ഞ് നടത്തുന്ന ഓഫീസുകളൊക്കെ ഈ ആളുകളെ നന്നാക്കാൻ വേണ്ടി നടത്തുന്ന ഓഫീസല്ല. അത് ഇവർക്ക് പൈസ ഉണ്ടാക്കാനും ഇവർക്കൊരു അത്യാവശ്യം കാര്യങ്ങൾ മുന്നോട്ട് പോകാനും വേണ്ടിയാണ് ഈ ഓഫീസുകൾ നടത്തുന്നതും ജനങ്ങളെ നിന്ന് പൈസ മേടിച്ച് പറ്റിക്കണതും. നല്ലത് ചെയ്യാനൊന്നും അല്ല ഈ ഓഫീസ് നടത്തുന്നത്. നല്ലത് ചെയ്യാൻ ഓഫീസ് നടത്തണമെങ്കിൽ വരുമ്പോൾ തന്നെ പേര് എഴുതി വയ്ക്കുക, അതേപോലെ അവന്റെ ഒരു ഫോട്ടോ, 1-2 ഫോട്ടോ മൊബൈലിൽ എവിടെയെങ്കിലും എടുത്ത് മേടിച്ച് വയ്ക്കുക, അവന്റെ അഡ്രസ്സും കാര്യങ്ങളും എഴുതി വെച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ഈ ഓഫീസിലെ ആളുകൾ അന്വേഷിച്ച് വരണം, എന്നാലാണ് ഇവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ മോഡലിംഗിന്റെ ഓഫീസ് നടത്തുന്നവന് ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾ ഇന്ന ആളെടുക്കുന്ന അവന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ എടുക്കൂല. കാരണം വരുന്നവനാണ് തീരുമാനിക്കുന്നത് ആര് വേണമെന്നുള്ളത്. ഇപ്പൊ നമ്മൾ പെണ്ണ് കാണാൻ പോകില്ലേ, പെണ്ണ് കാണാൻ പോകുമ്പോ നമ്മളല്ലേ തീരുമാനിക്കുന്നത് ഈ പെണ്ണ വേണോ വേണ്ടോ എന്നുള്ളത്. അതേ സെയിം ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ബ്രോക്കർ പറയാണ് ഇന്ന ഈ പെണ്ണെ കെട്ടാൻ പറഞ്ഞ് കിട്ടൂല്ലോ. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ മോഡലിംഗിന്റെ ഓഫീസിൽ നടക്കുന്നത്. ആ വരുന്ന ആൾക്ക് ഇഷ്ടപ്പെടണം, ആ പരസ്യത്തിൽ അഭിനയിക്കുന്ന ആരാണ് വേണ്ടതെന്നുള്ളത്. ഇപ്പൊ ഏകദേശം ഇതിന്റെ പുറം അടക്കുന്ന പിള്ളേർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ പോകുന്നതെന്നുള്ളത്. മോഡലിംഗിന്റെ വേറെ കുറച്ച് പരിപാടികൾ കൂടി ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഓരോരോ സ്ഥലത്ത് ഓരോ പരിപാടി വയ്ക്കും. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് പറയും ഇന്ന സംഭവത്തിൽ നിങ്ങൾ തന്നെ പൈസ മുടക്കി, നിങ്ങൾ തന്നെ ഡ്രസ്സിന്റെ പൈസയും മറ്റു സംഭവങ്ങളൊക്കെ മുടക്കി അവിടെ വാ, എന്നെ പരിപാടി ചെയ്യ്, നിങ്ങൾക്കൊരു പരസ്യം കിട്ടും എന്നൊക്കെ ഒരു പറയും. നിങ്ങൾക്ക് പരസ്യം കിട്ടാനല്ല, ഇങ്ങനെ ഒരു ഓഫീസ് ഉണ്ടെന്ന് ആ സ്ഥലത്ത് ആ പരിപാടി വെച്ച് നിങ്ങളുടെ ചെലവിൽ ഇവന്മാർക്ക് പരസ്യം ചെയ്യണതാണ് ആ കാണുന്നത്. അല്ലാതെ നിങ്ങൾക്ക് അവസരം ഉണ്ടാക്കി തരാനല്ല നടത്തുന്നത്. കാരണം നിങ്ങൾക്ക് അവസരം ഉണ്ടാക്കി തരാനാണെങ്കിൽ ഓഫീസിൽ ഇരുന്നവൻ പണിയെടുത്താൽ മതി. അതല്ലാതെ ഇങ്ങനെ മാളുകളിലും കണ്ണും കണ്ടോടത്തൊക്കെ നിങ്ങളുടെ ഇങ്ങനെ നടക്കുന്ന സംഭവം അല്ലെങ്കിൽ ഓടുന്ന സംഭവമൊക്കെ കാണിച്ച്, അതല്ലേ വേറെ ആണും പെണ്ണും കൂടെ നടക്കുന്ന സാധനമൊക്കെ കാണിച്ച് അങ്ങനത്തെ പരിപാടിയൊക്കെ വെക്കുന്നത് തന്നെ ഇവന്മാർക്ക് ഒരു പരസ്യം ഉണ്ടാക്കുന്ന നിങ്ങളുടെ പൈസയുടെ നിങ്ങളെ കൊണ്ട് പൈസ മുടക്കിച്ചിട്ട് ഇവന്മാര് പേരെടുക്കും. അതിനുവേണ്ടി ചെയ്യുന്ന ഇവന്മാര് പേരെടുക്കുമെന്നല്ല, ഇവന്മാര് പറ്റിപ്പാന്നുള്ളത് ഇവർ പറ്റിച്ചു വിട്ട ആൾക്കാർ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറയുക തന്നെ ചെയ്യും. അപ്പൊ ഇവരെ പേരെടുക്കലൊക്കെ കണക്കാണ് ഈ മോഡലിംഗ് ഓഫീസ് നടത്തണവന്മാര്. കുറെ കാര്യങ്ങൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇനി സിനിമയിലേക്ക് വരാം. ഇനി നമുക്ക് സിനിമയുടെ കാര്യത്തിലേക്ക് വരാം. സിനിമയുടെ കാര്യം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും പെണ്ണുങ്ങൾക്ക് അവസരം കൊടുക്കാനാണ് അവർ നോക്കുക. അവസരം കൊടുക്കാന്ന് പറഞ്ഞാൽ അവസരം കിട്ടുമൊന്നുമില്ല. അവര് പെണ്ണുങ്ങളെയാണ് കൂടുതൽ നോക്കുക. കാരണം ഒരു സിനിമ തുടങ്ങുമ്പോൾ അതിന്റെ സംവിധായകനും നിർമ്മാതാവും
അതിനകത്തേക്ക് അഭിനയിക്കേണ്ട ആളുകളെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. സംവിധായകനാണ് കൂടുതലും ആളുകളെ സെലക്ട് ചെയ്യുക. അതല്ലാതെ സിനിമയിലെ ടെക്നീഷ്യന്മാരോ അല്ലെങ്കിൽ വേറെ ആൾക്കാരോ ഒന്നും അല്ല. അതല്ലെങ്കിൽ ആ സംവിധായകനായിട്ട് അത്ര ബന്ധമുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ നിർമ്മാതാവായിട്ട് അത്ര ബന്ധമുള്ള ആളായിരിക്കണം. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ മാത്രമാണ് പുറത്തുനിന്ന് ആളുകൾക്ക് അവസരം കിട്ടുക. അതായത് കഴിവുള്ളവർക്കാണെങ്കിലും കഴിവില്ലാത്തവർക്കാണെങ്കിലും ആ സിനിമയിലെ അവസരം അങ്ങനെയാണ് കിട്ടുക. അപ്പൊ ഇങ്ങനെയാണ് അവസരം കിട്ടുക. അതല്ല നിങ്ങളിപ്പോ ഒരു സിനിമാ മേഖലയിലേക്ക് കയറി ചെല്ലുന്നു, ഒന്നും അറിയില്ലായിരിക്കും, നിങ്ങൾ കയറി ചെല്ലുന്നു. അപ്പൊ ആ സിനിമയിലെ ടെക്നീഷ്യന്മാരായിരിക്കും കാണുക. അപ്പൊ അവന്മാര് നിങ്ങളുടെ അടുത്ത് ടെക്നിക്കൽ പരിപാടി നടക്കുമെന്നാണ് ആദ്യം നോക്കുക. പെണ്ണുങ്ങളുടെ അടുത്ത് ആണുങ്ങൾക്ക് അവന്മാർക്ക് അവസരം മേടിച്ചു കൊടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം പെണ്ണുങ്ങളെ പറഞ്ഞു പറ്റിച്ചിട്ട് അവന്മാര് വേറൊരു ഐഡിയ കൂടി ഇതിനകത്ത് പ്രയോഗിക്കും. ഈ ക്യാമറയൊക്കെ ഏതെങ്കിലും വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ചുമ്മാ. അപ്പൊ ഇവര് പറയും ഇന്ന സ്ഥലത്ത് ഷൂട്ട് തുടങ്ങുകയാണ്, നമുക്ക് നാളെയാണ് അതിന്റെ ഷൂട്ട് തുടങ്ങുന്നത്, നമുക്ക് അങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്ന റോള് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പെട്ടെന്ന് അങ്ങോട്ട് പറ്റിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് നടത്താനുള്ളതൊക്കെ ഇവർ നടത്തിയെടുക്കും. എന്നിട്ട് ആ വീട്ടിലിരിക്കുന്ന ക്യാമറ എടുത്ത് നിങ്ങൾ ഒന്ന് രണ്ട് സീനൊക്കെ എടുത്ത് വെച്ച് നിങ്ങളൊന്ന് ബോധിപ്പിക്കും. സിനിമയുടെ ഷൂട്ടാണിത്, ഷൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ബോധിപ്പിക്കലോടും വരുത്തിയതിന് ശേഷം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർ പറയും ആ സിനിമ ഒന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട് കേട്ടോ, അത് നിർമ്മാതാവിന്റെ ഒരു ഇതുകൊണ്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ട്, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നടക്കുള്ളൂ. അങ്ങനെ പറഞ്ഞ് പിന്നെ ഇവന്റേതായ കാരണത്താൽ അല്ലാതെ ആ സിനിമ മുടങ്ങുകയും ആ സിനിമ ഇനി നടക്കൂല എന്ന് നിങ്ങളെ ബോധിപ്പിക്കുകയും ചെയ്ത് ഇവന്മാര് തടി പോരും. ഇങ്ങനത്തെ ഒരു പരിപാടികൾ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഓടി വന്നിട്ട് സിനിമയിൽ അവസരം കിട്ടുള്ളൂ എന്നും പറഞ്ഞ് ഇവന്മാർക്കൊന്നും പൊക്കി കൊടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾ പൊക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വരുന്നവരാണ് കൂടുതലും. അങ്ങനെ വരുന്നവരാണെങ്കിൽ സംവിധായകനെ നിർമ്മാതാവിനെയും കണ്ടിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ സിനിമയിലെ ടെക്നീഷ്യന്മാരെ കണ്ടിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ കണക്ക് പറഞ്ഞ് പൈസ മേടിച്ചോളുക. അപ്പൊ നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് സിനിമാ മേഖലയിൽ സംവിധായകനും നിർമ്മാതാവിനുമാണ് ഏറ്റവും കൂടുതൽ. അതായത് ആ സിനിമ ആരാണ് ചെയ്യുന്നത് അവർക്കാണ് പവർ കൂടുതൽ. അല്ലാതെ പുറത്ത് നിൽക്കുന്ന ആളുകൾ വിചാരിച്ചാലൊന്നും നിങ്ങൾക്ക് അവസരം കിട്ടില്ല. അതേപോലെ നിങ്ങൾക്ക് ഇപ്പൊ സിനിമയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ കഴിവ് പല സ്ഥലത്തും തെളിയിച്ചിട്ടുണ്ടാവണം. ആ സംഭവങ്ങൾ നമ്മുടെ സംവിധായകന്മാർ കണ്ടാലും നിങ്ങൾക്ക് അവസരം തരുന്നതായിരിക്കും. നിങ്ങൾ ഏറ്റവും സംസാരിക്കുമ്പോൾ സംവിധായകന്മാർ അവസരം തരുന്നതായിരിക്കും. എല്ലാ സംവിധായകന്മാരും നിർമ്മാതാക്കളും ഊക്കാൻ വേണ്ടി അല്ല നടത്തുന്നത്, അത് നല്ലവരും ഉണ്ട്. എന്നാൽ 100 പടത്തിൽ 98 പേരും ഊക്കാൻ വേണ്ടി തന്നെ നടത്തുന്നത്. 2 സിനിമയിലാണ് നല്ലവരുണ്ടാവുള്ളൂ. ആ നല്ല സിനിമയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക. എണ്ണം വളരെ കുറവായിരിക്കും. അപ്പൊ സിനിമാ മേഖല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു അവസരം തന്നെങ്കിൽ അവർ മുഖത്ത് നോക്കി പറയും നിങ്ങളൊന്നും കയറ്റി വിട്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല, ഞങ്ങളുടെ കൂടെ കിടക്കാമെങ്കിൽ ഈ സിനിമയിൽ ഇന്ന അവസരം അങ്ങ് തരും എന്ന് അവർ മുഖത്ത് നോക്കി തന്നെ പറയും. കാരണം നിങ്ങൾ ചുമ്മാ നടക്കുന്ന സ്ത്രീകളെ കയറ്റി വിട്ടിട്ട് ഇവർക്ക് തന്നെ കിട്ടുന്നത് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഈ സിനിമയിലേക്ക് വന്ന് ഒരു പടം രക്ഷപ്പെട്ടാൽ പിന്നെ എനിക്ക് കോടീശ്വരി ആവാം. നിങ്ങളങ്ങ് സമ്മതിക്കും. ഇതൊക്കെയാ സിനിമയിൽ നടക്കുന്നത്. സിനിമ മോഡലിംഗ് രംഗത്തേക്ക് കടന്നു വരുന്നവര് നിങ്ങൾ തന്നെ നിങ്ങളുടെ ബുദ്ധിയിൽ ചിന്തിക്കണം. ഈ വ്യക്തി നല്ലതാണോ, ഇതിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമുണ്ടോ, നിങ്ങൾ തന്നെ ചിന്തിച്ച് കണ്ടുപിടിച്ച് വേണം ഇറങ്ങാനായിട്ട്. അതല്ലാതെ ആരും വന്ന് ഇവൻ നല്ലവനാണ് അല്ലെങ്കിൽ മറ്റാണെന്നൊന്നും ആരും പറഞ്ഞു തരാൻ ഉണ്ടാവില്ല. ആ സ്ഥലത്ത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം ഇതിനകത്തേക്ക് ഇറങ്ങണോ വേണ്ടോ എന്നുള്ളത്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പൊ മോഡലിംഗിലായാലും അതേപോലെ തന്നെ സിനിമയിലായാലും നല്ല നല്ല അവസരങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ പരിപാടിയൊക്കെ നടന്നാലേ കിട്ടുള്ളൂ. ഇതൊന്നും ആരും തുറന്നു പറയില്ല. കാരണം അവർ ഈ പരിപാടി ചെയ്യണോണ്ട് ഇവർ തുറന്നു പറയില്ല.